ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട് ജില്ല. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട് ജില്ല. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്. നിസ്സഹകരണ സമരം. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്. നിസ്സഹകരണ സമരം. കരിന്തണ്ടൻ എന്ന പേര് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താമരശ്ശേരി ചുരം. കരിന്തണ്ടൻ എന്ന പേര് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താമരശ്ശേരി ചുരം. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്. നിർദ്ദേശക തത്വങ്ങൾ. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്. നിർദ്ദേശ തത്വങ്ങൾ. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏതു ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? എത്തിലിൻ. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏതു ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? എത്തിലിൻ. അനന്തപത്മനാഭൻ തോപ്പ് എന്നും പേരുള്ള ദ്വീപ്. പാതിരാമണൽ. അനന്തപത്മനാഭൻ തോപ്പ് എന്നും പേരുള്ള ദ്വീപ് പാതിരാമണൽ. GST കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. GST കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥൻ്റെ മേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്? 250. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥൻ്റെ മേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്? 250. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന വിധി പുറപ്പെടുവിച്ച കോടതി? ഉത്തരാഖണ്ഡ് കോടതി. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായ വ്യക്തിത്വം കണക്കാക്കണമെന്ന വിധി പുറപ്പെടുവിച്ച കോടതി? ഉത്തരാഖണ്ഡ്. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം? ലോകായുക്ത. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ? MN വെങ്കടാചലയ്യ. ഏതു മണ്ഡലത്തിൽ നിന്നാണ് അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? അലഹബാദ്. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര സർക്കാർ. ഒരു ധാരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം? മഞ്ഞ. VT ഭട്ടത്തിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ സമുദായം? നമ്പൂതിരി. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി? ജഹാംഗീർ. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? ഖിലാഫത്തു സമരത്തിൻ്റെ പ്രചരണാർത്ഥം. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി? കണ്ണൻ ദേവൻ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി? SK നായർ. വന്ദേ ഭാരതം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ്? നോവൽ. മോഹിനിയും രുക്മാംഗദനും എന്ന പെയിൻറ്റിംഗ് വരച്ചത്? രാജാ രവിവർമ്മ. കേസരി ബാലകൃഷ്ണപിള്ളയുടെ രചനകൾ ക്രോഡീകരിച്ചത്? MN വിജയൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഏതു പേരിൽ ആണ് അറിയപ്പെടുന്നത്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. 1952 ഒറീസയുടെ ഗവർണർ ആയത്? ഫസൽ അലി. ഇന്ത്യൻ പാർലമെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ പാസാക്കിയത് എന്നാണ്? 2016 ആഗസ്റ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ 18-ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടിയന്തരാവസ്ഥ. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം? സേവനാവകാശ നിയമം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ
ഗാർഡൻ നിലവിൽ വന്നത് എവിടെയാണ്? ബംഗളൂരു. ഡിജിറ്റൽ സൗണ്ട് റെക്കോർഡിങ്ങിനു ഉപയോഗിക്കുന്ന റേഡിയേഷൻ ലേസർ. ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയ തീയതി 2014 ആഗസ്റ്റ് 15. തോൽവിറക് സമരവും മേച്ചിപ്പുല്ല് സമരവും നടന്ന ജില്ലകൾ: കാസർഗോഡ് ആൻഡ് കണ്ണൂർ. തോൽവിറക് സമരം കാസർഗോഡും മേച്ചിപ്പുല്ല് സമരം കണ്ണൂരും. ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഗതിമാൻ. കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് എന്നീ കൃതികളുടെ കർത്താവ് ആര്? സുബ്രഹ്മണ്യ ഭാരതി. ജാക്ക് ഓഫ് ഓൾഡ് ട്രേഡ്സ് എന്നറിയപ്പെടുന്ന ലോഹം മാംഗനീസ്. ചാമ്പ്യൻസ് ഓഫ് എർത്ത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി. ലോകത്ത് ആദ്യമായി ATM സ്ഥാപിച്ചത് ഏതു ബാങ്കാണ്? ബാർക്ലേസ്. 2017 പ്രഥമ ONV പുരസ്കാരം ജേതാവ് സുഗതകുമാരി. ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിനു കാരണമായ ബലം അഡ്ഹീഷൻ. SR ഓയിലിൻ്റെ ആസ്ഥാനം മുംബൈ. ഏതൊക്കെ നദികളെയാണ് പാട്ടിസീമ പദ്ധതി ബന്ധിപ്പിച്ചിരിക്കുന്നത്? കൃഷ്ണ, ഗോദാവരി. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. നവജാത ശിശുക്കളെക്കുറിച്ചുള്ള പഠനമാണ് നിയോനൈറ്റോളജി. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി. സൂഫി സന്യാസിവര്യന്മാരുടെ അന്ത്യവിശ്രമസ്ഥാനത്തേക്കുള്ള തീർത്ഥയാത്ര സിയാറത്ത്. ചന്ദ്രമുഖി വിലാസം രചിച്ചത് ആര്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. KIIFB എന്നതിൻ്റെ പൂർണ്ണരൂപം? ഇവിടെ ഉദ്ദേശിച്ചത് കിഫ്ബിയാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏതു വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? കുമരകം. ശ്രീമൂലവാസം ഏതു രീതിയിലാണ് പ്രസിദ്ധം? ബുദ്ധമത കേന്ദ്രം. 1952 ഒരു ലാൻഡ് റിക്ലമേഷൻ സ്കീം തയ്യാറാക്കി തിരുക്കൊച്ചി സർക്കാരിന് സമർപ്പിച്ചത് ആര്? വേലുക്കുട്ടി അരയൻ. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ് ഏതിൽപ്പെടുന്നു? കൺകറന്റ് ലിസ്റ്റ്. ഏതു പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസാക്കിയത്? രാജീവ് ഗാന്ധി. കേരളത്തിൻ്റെ ആദ്യ ലോകായുക്ത ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. സ്വന്തമായ നിയമനിർമ്മാണ സഭ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമങ്ങൾക്ക് അംഗീകാരം നൽകുന്നത്? പാർലമെൻറ്റ്. വോട്ടർ പട്ടികയെക്കുറിച്ചു പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 325. ആരോഗ്യമുള്ള മനസ്സിൻ്റെ സൃഷ്ടിയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ. ഭരണഘടനയുടെ ആമുഖത്തെ അതിൻ്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്? നാനി പൽക്കിവാല.
രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടെ വാക്കുകളാണ് ഇവ? മെക്കാളെ പ്രഭു. ഏതു നദിയുടെ തടപ്രദേശമാണ് ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്നത്? ദാമോദർ. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം? ദ്രാസ് താഴ്വര. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1851. ഇന്ത്യയുടെ കിഴക്കേ അറ്റം? കിബുത്തു. കർണാടകത്തിലെ കാപ്പി കൃഷിക്ക് അനുയോജ്യമായ ഉഷ്ണമേഖലാവാതം? ചെറി ബ്ലോസം. ഗിർന പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി? താപ്തി. ഹിമാചൽ പ്രദേശത്തിൻ്റെ രണ്ടാം തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ധർമ്മശാല. കറൻസി രഹിത പണമിടപാടുകൾക്കു വേണ്ടിയുള്ള ടോൾ ഫ്രീ നമ്പർ? 14444. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം? ഉപദ്വീപീയ പീഠഭൂമി. അക്ബാരസ്, ലാത്തി ക്ലബ് എന്നിവയ്ക്ക് രൂപം നൽകിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ജേതാവ്? ബാലഗംഗാധര തിലകൻ. ഞാൻ വിജ്ഞാൻ വിമുക്ത എന്നത് ഏതിൻ്റെ ആപ്തവാക്യമാണ്? UGC. ഭാരത് നിർമ്മാൺ ആരംഭിച്ച പ്രധാനമന്ത്രി? ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. അക്ബറിൻ്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ആര്? ദസ്വന്ത്. ലാവാശിലകളുടെ ശിഥിലീകരണത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണ്? ബ്ലാക്ക് സോയിൽ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഇന്ത്യ, പാകിസ്ഥാൻ. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ്റെ ആസ്ഥാനം? ന്യൂഡൽഹി. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ? മേധ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നു വിളിക്കുന്നത്? ബംഗാൾ. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇതാരുടെ വാക്കുകളാണ്? DS കോത്താരി. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ആദ്യമായി തടവിലാക്കപ്പെട്ട വനിത? രുക്മിണി ലക്ഷ്മിപതി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിരാഹാര വ്രതമനുഷ്ഠിച്ചു സമരം നടത്തിയ വനിത? ഇറോം ശർമിള. നാഗാലാൻഡ് അറിയപ്പെടുന്നത്? ഉത്സവങ്ങളുടെ നാട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ആദിമ നിവാസികൾ ഏതു വിഭാഗത്തിൽപ്പെടുന്നു? നീഗ്രോയിഡ്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നാഗർ ഹവേലിയുടെ ആസ്ഥാനം? സിൽവാസ. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം? മൈസൂർ. വംശീയതയിലെ വൈവിധ്യം കാരണം ഇന്ത്യയെ എത്തനോളജിക്കൽ മ്യൂസിയം എന്ന് വിളിച്ചത്? VA സ്മിത്ത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല? വിശ്വേശ്വരയ്യ. ഇന്ത്യൻ സെൻസസ് ദിനമെന്നു അറിയപ്പെടുന്നത്? ഫെബ്രുവരി 9. ബ്രാഹ്മണ മേധാവിത്വത്തെ വെല്ലുവിളിച്ച ഗുലംഗിരി എന്ന പുസ്തകം രചിച്ചത് ആര്? ജ്യോതിറാവു ഫുലെ. 1857 കലാപ സമയത്ത് ബ്രിട്ടീഷുകാരെ എതിർത്ത ജാട്ട് നേതാവ്? ഷാമാൽ. ഉപനയ ചടങ്ങിനെക്കുറിച്ചു പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രാചീന ഗ്രന്ഥം? ശതപാത ബ്രാഹ്മണം. റീഗർ സോയിൽ എന്നും അറിയപ്പെടുന്നത്? ബ്ലാക്ക് സോയിൽ.
കേഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ 2 ഭാഗങ്ങളായി വിഭജിച്ച വർഷം 1905 ജൂലൈ 20. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി സ്വതന്ത്രഭരണം നശിപ്പിക്കുകയില്ലെന്ന് അനുയായികളെക്കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ഝാൻസി റാണി. കമ്പരാമായണത്തിൻ്റെ കർത്താവായ കമ്പർ ഏതു സംസ്ഥാനത്താണ് ജീവിച്ചിരുന്നത്? തമിഴ്നാട്. വരാനിരിക്കുന്ന തലമുറകളുടെ ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ. എ ലോങ് വേ എന്ന പുസ്തകം രചിച്ചത് പി. വി. നരസിംഹറാവു. മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും അവരുടെ മണ്ഡലത്തിലെ ഒരു ഗ്രാമത്തെ ദത്തെടുത്തു മാതൃകാ ഗ്രാമമായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി സൻസദ് ആദർശ് ഗ്രാമയോജന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിനു മുമ്പ് എ. ഒ. ഹ്യൂം സ്ഥാപിച്ച സംഘടന ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ക്വാർട്ടേഴ്സ് സമ്പ്രദായം ഏത് യൂറോപ്യൻ ശക്തിയുമായി ബന്ധപ്പെട്ടാണ്? പോർച്ചുഗീസ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഗ്രീസ് പുരട്ടിയ കാർട്രിഡ്ജ് ഉള്ള എൻഫീൽഡ് റൈഫിൾ പുതുതായി ഏർപ്പെടുത്തിയത് എന്ന്? 1857 ജനുവരി. PSC ബുള്ളറ്റിൻ്റെ 30-ാം വാർഷികം പ്രമാണിച്ചുള്ള വിശേഷാൽ പതിപ്പാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 10,000 GK ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. കഴിഞ്ഞ 30 വർഷത്തെ വിവിധ PSC പരീക്ഷകളിൽ ആവർത്തിച്ചവ ഉൾപ്പെടെയുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡെയിലി 100 വീതം ക്വസ്റ്റ്യൻസ് ഓരോ ക്ലാസ്സിലൂടെയും നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക.